അഭിലാഷ് ആംബുലൻസ് പുറത്തേക്ക് ഇറക്കാനായുള്ള ശ്രമത്തിനിടയിൽ ഇവിടെ എത്തിയ ആളുകളെ കൊണ്ട് പിന്നീട് അത് ഇറക്കാൻ കഴിയാത്തൊരു സാഹചര്യം ആയി മാറുകയായിരുന്നു. താലൂക്ക് ആശുപത്രി പരിസരത്ത് എത്തിയിട്ടുള്ള താലൂക്ക് ആശുപത്രി അങ്കണത്തിൽ എത്തിയിട്ടുള്ള ആളുകളുടെ തിരക്കാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആംബുലൻസ് ഇപ്പോൾ പുറത്തേക്ക് എടുക്കാൻ കഴിയാത്ത രീതിയിൽ പോലീസ് ഈ കുഞ്ഞിനെ അവസാനമായി കാണാനായി എത്തിയ ആളുകളെ അത് കാണിച്ചതിന് ശേഷം മാറ്റുകയാണ്. ഇവിടെ നിരവധി ആളുകൾ ഈ ആശുപത്രിയിൽ കിടക്കുന്ന രോഗികൾ ഉൾപ്പെടെ വന്ന് ഈ അവസാനമായി കുട്ടിയെ ഒന്ന് കാണുന്നതിനായി ഇവിടേക്ക് എത്തി എന്നുള്ളതാണ്. ഇവിടെ ഇങ്ങനൊരു കാണാനുള്ള സംവിധാനം ഇവിടെ നേരത്തെ ക്രമീകരിച്ചിരുന്നില്ല. പക്ഷേ ആ കണക്കുകൂട്ടലുകളെ മറികടന്നുകൊണ്ട് ഇവിടെ ഉണ്ടായിരുന്ന ആളുകളെല്ലാം തന്നെ ആംബുലൻസിന് ചുറ്റും കൂടുകയായിരുന്നു. അതിന് പുറത്തേക്ക് ഇറക്കാൻ കഴിയാതെ ആളുകൾ വന്ന് നൂറുകണക്കിന് ആളുകൾ വന്ന് ആ കുട്ടിയെ അവസാനമായി ഒന്ന് കാണുകയാണ് എന്നുള്ളതാണ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എല്ലാവരുടെയും മനസ്സിൽ അത്രയധികം വേദന, അത്രയധികം സ്വാധീനിച്ച ഒരു സംഭവമാണ് ഇത് എന്നുള്ളത് ഈ ദൃശ്യങ്ങൾ വ്യക്തമാക്കുകയാണ്. കാരണം ഒരിക്കലും ഇവിടെ ഇങ്ങനെ ഒരു ക്രൗഡ് വന്ന് കൂടുമെന്ന് നമ്മൾ ആരും കരുതിയിരുന്നില്ല. അത്രയും ആളുകൾ ഇവിടെ വന്നിട്ടുണ്ട്. ഇപ്പോഴും കണ്ടു തീർന്നിട്ടില്ല കണ്ണീരോടുകൂടി ഓരോരുത്തരും ആ കുഞ്ഞിനെ കണ്ട് മാറുന്നു എന്നുള്ളതാണ്. വളരെയധികം നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ആ കുടുംബത്തിനുണ്ടായ ദുഃഖം ഓരോ രക്ഷകർത്താക്കളുടെയും നെഞ്ചിലെ ഭാരമായി നിൽക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ ഇത്രയും നേരമായിട്ട് ആംബുലൻസ് എടുക്കാൻ കഴിയാതെ ആളുകൾ വന്ന് ആശുപത്രിയിലുള്ള ആളുകൾ വന്ന് കുട്ടിയെ കണ്ടുകൊണ്ടേയിരിക്കുന്നത്. നേരത്തെ ഉള്ള പ്ലാനിങ്ങിൽ ഇങ്ങനെ ഇവിടെ വാഹനം നിർത്തി ആളുകളെ കാണിക്കുന്ന ഒരു സംവിധാനത്തെക്കുറിച്ച് ചിന്തിച്ചിരുന്നില്ല. പക്ഷേ അങ്ങനെ എടുത്തുകൊണ്ട് വാഹനം പോകാൻ കഴിയാത്ത രീതിയിലൂടെ ആളുകൾ തടിച്ചുകൂടി എന്നുള്ളതാണ്. ഇപ്പോൾ പോലീസ് ആളുകളെ ക്രമീകരിച്ചുകൊണ്ട് എടുക്കാനുള്ളൊരു തയ്യാറെടുപ്പിലേക്ക്, ആംബുലൻസ് എടുക്കാനുള്ളൊരു തയ്യാറെടുപ്പിലേക്ക് നീങ്ങുകയാണ്. എന്തായാലും എത്ര മാത്രം സാധാരണ മനുഷ്യർക്കിടയിൽ ആ കുഞ്ഞു മകന്റെ മരണം അത് സ്വാധീനിച്ചു എന്നുള്ളതിന്റെ നേർക്കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ ദൃശ്യങ്ങളും. എല്ലാവരും സ്വന്തം കുഞ്ഞിനെ പോലെ ലോകത്തെ ഏറ്റുവാങ്ങുന്നു, അത്രമേൽ ദുഃഖത്തോടുകൂടി അത് നോക്കിക്കാണുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്ന് തന്നെ നമുക്ക് പറയാം. ഇപ്പോൾ ആംബുലൻസ് ക്രമീകരിച്ച ആംബുലൻസ് ആശുപത്രിയിലെ സജ്ജീകരണങ്ങൾ തയ്യാറാക്കിയതിനു ശേഷം മാറ്റുന്നതിന് വേണ്ടി പുറത്തേക്കെടുക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ബന്ധുക്കൾക്കും ഒപ്പം തന്നെ ജനപ്രതിനിധികൾക്കുമൊക്കെ കൊടുക്കുന്ന സുരേഷ് എം പി ഒപ്പം കുഞ്ഞുമോനടക്കമുള്ള ജനപ്രതിനിധികൾ ആംബുലൻസിനകത്ത് ഉണ്ട്. അവരുടെ എല്ലാം നടുവിലാണ് നിശ്ചലനായ പാവം കുഞ്ഞ് നിശ്ചലനായി കിടക്കുന്നത്. നമുക്ക് സഹിക്കാൻ കഴിയില്ലാത്ത കാഴ്ച തന്നെ എന്ന് തന്നെ പറയാം. വീണ്ടും ആംബുലൻസ് തുറന്നിട്ടുണ്ട്. വീണ്ടും ആളുകൾക്ക് പൊതുദർശനത്തിന് വേണ്ടിയുള്ള സൗകര്യം നൽകുന്നു എന്നുള്ളതാണ്. വീണ്ടും ആളുകൾ വന്ന് ഇപ്പോൾ കാണാൻ തുടങ്ങിയിട്ടുണ്ട്. ആംബുലൻസ് ഇപ്പോൾ എടുക്കാൻ പറ്റാത്തൊരവസ്ഥ നിലവിലുണ്ട് എന്നുള്ളതാണ്. മഴയും പെയ്തു തുടങ്ങിയിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് മാറ്റുന്നതിന് വേണ്ടിയുള്ള ക്രമീകരണങ്ങൾ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അപ്പോഴും ആളുകൾ ഓരോരുത്തരായി വന്ന് കാണുന്നു. ആ കാഴ്ചയെ നമുക്കൊരിക്കലും തടഞ്ഞുകൊണ്ട് ആ കുട്ടിയുമായി ഇവിടെ പോകാൻ കഴിയില്ല. അത്രമേൽ എല്ലാവരും അവനെ സ്നേഹിക്കുന്നതും നെഞ്ചിലേറ്റുന്നതും കൊണ്ട് തന്നെയാണ് ഇവിടേക്ക് ഓരോ ആളുകളും എത്തുന്നത്. ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഓരോ രക്ഷകർത്താവിൻ്റെയും മനസ്സിലെ വേദനയായി വിങ്ങലായി സംഭവം മാറിയതിൻ്റെ ഒരു പ്രത്യക്ഷ പ്രതികരണങ്ങൾ കൂടിയാണ് നമ്മളിപ്പോൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. അങ്ങേയറ്റം ദുഃഖകരമായ മനസ്സോടെ ഓരോ ആളുകളും ആ കൊച്ചുകുഞ്ഞിന്, ആ 13 വയസ്സുകാരന് ഇപ്പോൾ യാത്രയയപ്പ് നൽകുകയാണ്. നിരവധി ആളുകൾ ആണ് മൃതദേഹം ഒരു നോക്ക് കാണുവാനായി എത്തുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ആംബുലൻസിന് സ്കൂളിലേക്ക് നീങ്ങാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടാകുന്നു. അത്രയധികം ആളുകൾ ആശുപത്രി പരിസരത്ത് തന്നെ തടിച്ചുകൂടിയിരുന്നു. നാടിൻ്റെ നൊമ്പരമായി മിഥുൻ മാറുമ്പോൾ നാട് ഒന്നാകെ യാത്രയയപ്പിന് ഒരുങ്ങുന്നു. ഇപ്പോഴിതാ ആംബുലൻസിൻ്റെ ഡോർ അടച്ച് ഇനിയും സമയം വൈകിപ്പിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം, ഇനിയും സമയം ഏറെ വൈകുവാൻ പറ്റില്ല. 10 മണിയോടുകൂടി പൊതുദർശനം സ്കൂളിൽ നിശ്ചയിച്ചിരുന്നതാണ്. പക്ഷേ ആശുപത്രി പരിസരത്ത് നിരവധി ആളുകൾ എത്തിയിരുന്നു. അവർക്ക് കൂടി മൃതദേഹം ഒരു നോക്ക് കാണുവാനുള്ള അവസരം ആണ് ഒരുക്കിയത്. ചേതനയേറ്റ ശരീരം ഇപ്പോൾ സ്കൂളിലേക്ക് കൊണ്ടുപോകുന്നു. അവിടെ അതിലേറെ വൈകാരികമാകുന്ന സാഹചര്യം ആണ് ഉള്ളത്. ഒരു സ്കൂളിലെ അധ്യാപകർക്ക്, വിദ്യാർത്ഥികൾക്ക്, അനധ്യാപകർക്കൊന്നും താങ്ങാനാകാത്ത കാഴ്ച തന്നെ. അവരൊരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടാകില്ല ഇങ്ങനെയൊന്ന്. ഒരു സംവിധാനത്തിൻ്റെ അനാസ്ഥയുടെ ഇരയായി മിഥുൻ
യാത്രയാകുമ്പോൾ സ്കൂൾ പരിസരത്ത് നിന്ന് വി അരുൺ കൂടി ചേരുന്നുണ്ട്. അരുൺ, ആംബുലൻസ് നേരത്തെ തന്നെ പുറപ്പെട്ടതാണ്, പക്ഷേ ആശുപത്രി പരിസരത്തടക്കം നിരവധി ആളുകൾ തടിച്ചുകൂടിയിരിക്കുന്നു. അവർക്ക് ഒരു നോക്ക് കാണുവാനായുള്ള അവസരം നൽകുന്നു. അങ്ങനെ ഒരല്പം താമസിക്കുന്നുണ്ട്. 10 മണിക്കാണ് സ്കൂളിലേക്ക് മൃതദേഹം എത്തിക്കാൻ നിശ്ചയിച്ചിരുന്നത് എന്നതാണല്ലോ വിവരം. എന്താണ് അവിടുത്തെ ക്രമീകരണങ്ങൾ, അരുൺ? അഭിലാഷ, സ്കൂളിലെല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി. ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് വരെ ഈ സ്കൂളിൽ ഓടിക്കളിച്ചിരുന്ന കുട്ടി, അവൻ എല്ലാത്തിലും മിടുക്കനായിരുന്നു. പഠനത്തിൽ മിടുക്കനായിരുന്നു. അവൻ ഫുട്ബോൾ കളിക്കുമായിരുന്നു. ഇത് നാട്ടുകാരൊക്കെ പറഞ്ഞ എല്ലാ ദിവസവും വീട്ടിൻ്റെ അടുത്തുനിന്ന് ഫുട്ബോൾ കളിച്ചിട്ടാണ് അവൻ ഇവിടേക്ക് വരുന്നത്. ഇവിടെയും അവനെ ഈ മരണത്തിലേക്ക് തള്ളിവിട്ടതും ഒരു ഫുട്ബോൾ കളിയുടെ ബാക്കി പത്രം എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം കൂട്ടുകാർ ഫുട്ബോൾ കളിക്കുന്നു. ആ കളിക്കുന്നതിനിടെ ഫുട്ബോൾ എന്ന് പറയുമ്പോൾ അവർ ഒരു കുപ്പിയിൽ, പ്ലാസ്റ്റിക് കുപ്പിയിൽ മണ്ണും കല്ലും നിറച്ച് ഫുട്ബോളായി അതിനെ സങ്കല്പിച്ച് കളിക്കുന്നു. കുട്ടികൾ, നമുക്കറിയാം, കുട്ടികൾ എന്ത് കിട്ടിയാലും കളിക്കുന്ന പ്രായമാണ്. ആ രീതിയിൽ കളിയോടുള്ള വലിയ പ്രിയമുള്ള, ഫുട്ബോൾ കളിയോട് വലിയ പ്രിയമുള്ള കുട്ടികളാണ്. ആ കുട്ടികൾ അങ്ങനെ ഫുട്ബോൾ കളിക്കുമ്പോൾ ഒരാളുടെ ചെരുപ്പ് മുകളിലേക്ക്, ഈ ഷീറ്റിന് മുകളിലേക്ക് പോകുന്നു. അത് അവന്റെ ചെരുപ്പല്ല, അവൻ കളി നടക്കുമ്പോഴാണ് അവിടെ വരുന്നത്. അതെടുത്തു കൊടുക്കാൻ വേണ്ടി അവൻ കയറുകയായിരുന്നു. അതാണ് അവനെ മരണത്തിലേക്ക് തള്ളിവിട്ടത്. അങ്ങനെ ഈ അക്ഷരാർത്ഥത്തിൽ ഇവിടെ ഓടിക്കളിച്ച് അത്രയും ആക്റ്റീവായ ഒരു കുട്ടിയായിരുന്നു മിഥുൻ. അവനാണ് ഈ മരണത്തിലേക്ക്, തീർത്തും അവിചാരിതമായ മരണത്തിലേക്ക് പോകേണ്ടി വന്നത്. അതിന്റെ ദുഃഖം തന്നെയാണ് ഈ സ്കൂളിൽ അവന്റെ കൂട്ടുകാർക്ക്, അവന്റെ അധ്യാപകർക്ക്, നാട്ടുകാർക്കെല്ലാം. ഈ വീടും അവന്റെ സ്കൂളും അവന്റെ വീടും തമ്മിൽ അധികം അകലമില്ല. ഈ ശാസ്താംകോട്ടയിൽ നിന്ന് ഈ ഏതാണ്ട് 15-20 മിനിറ്റിനുള്ളിൽ ഇതിന്റെ മൃതദേഹവുമായി ആംബുലൻസ് ഇവിടേക്ക് എത്തും. അവസാനമായി അവൻ ഈ കളിച്ച് വളർന്ന, അവൻ കഴിഞ്ഞ ദിവസം വരെ ഓടിക്കളിച്ച ഈ സ്കൂൾ മുറ്റത്തേക്ക് അവന്റെ അവസാന യാത്രയ്ക്കായി ആംബുലൻസ് വരും. നിരവധി ആളുകൾ ഇപ്പോഴും ഇവിടേക്ക് എത്തുന്നുണ്ട്. അത് ഈ നാട്ടുകാരുണ്ട്, ദൂരെ നിന്ന് വരുന്ന ആളുകളുണ്ട്. കാരണം അത്രയധികം കേരളത്തിന്റെ ഉള്ളുലച്ച ഒരു സംഭവമാണ്. സ്കൂളിലേക്ക് ഒരുങ്ങി വന്ന കുട്ടി, അവൻ ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ അവന്റെ ജീവിതം അവസാനിപ്പിക്കേണ്ടി വന്ന ഒരു സാഹചര്യം. അത് അവനെ എന്ത് യാത്രയാക്കുന്നു, നാട് മുഴുവൻ ഇവിടേക്ക് എത്തുകയാണ്. ഇപ്പോൾ തന്നെ അകത്തു തന്നെ നിരവധി ആളുകളുണ്ട്. ഞാൻ ഈ സ്കൂളിന്റെ മുൻവശത്ത് ഈ അവന്റെ മൃതദേഹം കൊണ്ടുവരുന്ന ആംബുലൻസ് കടന്നു വരുന്ന ഈ വഴിയിലാണ് ഞാനുള്ളത്. അവിടെ ഇപ്പോഴും നമുക്ക് ഇവിടെ ഒരു ആളുകളുടെ ഒരു തിരക്ക് കാണാം. ഈ പ്രധാന കവാടത്തിലേക്ക് ആളുകളുടെ, ഞാൻ നിൽക്കുന്നതിന്റെ എതിർവശത്തും അതുപോലെ ആളുകൾ തിങ്ങി കൂടിയിട്ടുണ്ട്. എല്ലാവരും മിഥുനെ അവസാനം നോക്ക് കാണാനായി എത്തുന്നവരാണ്. അവന്റെ നാട്ടുകാരാണ്, അവന്റെ കൂട്ടുകാരുടെ കുടുംബാംഗങ്ങളാണ്. അങ്ങനെ നിരവധി പേർ വരുന്നുണ്ട്. അക്ഷരാർത്ഥത്തിൽ നാട് ഇവിടേക്ക് ഒഴുകി വരുന്നു എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. അത്ര തിരക്ക് ഈ സമയത്ത് തന്നെയാണ്. കൊച്ചുകുട്ടികൾ ഒരുപക്ഷെ അവന്റെ കൂടെ പഠിച്ചവരാകാം, അവനൊപ്പം സ്കൂളിലേക്ക് വരുന്നവരാകാം, വീട്ടിൽ അവനൊപ്പം വീട്ടിനടുത്തുള്ള സ്ഥലങ്ങളിൽ അവനൊപ്പം കളിച്ചു നടക്കുന്നവരാകാം, അവനൊപ്പം സ്കൂളിലേക്ക് വരുന്ന പ്രായം കുറഞ്ഞ കുട്ടികളാകാം, അവന്റെ കുറച്ചുകൂടി പ്രായം കൂടിയ കുട്ടികൾ അവനൊപ്പം വരുന്നവരാകാം. അങ്ങനെ നിരവധി കുട്ടികൾ ഇവിടേക്ക് വരുന്നുണ്ട്. അവർക്കൊപ്പം അവരുടെ രക്ഷിതാക്കൾ വരുന്നുണ്ട്. ഒരു മിഥുന്റെ അമ്മയ്ക്ക് മാത്രമുള്ള നഷ്ടമായല്ല കേരളം ഈ മരണത്തെ കാണുന്നത്. മിഥുന്റെ കുടുംബത്തിന് മാത്രമുള്ള നഷ്ടമായല്ല ഈ കേരളം ഈ മരണത്തെ, ഈ തീർത്തും ദുഃഖകരമായ മരണത്തെ കാണുന്നത്. മന്ത്രി വി ശിവൻകുട്ടി വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞതുപോലെ കേരളത്തിന്റെ മകനാണ് അവൻ, കേരളത്തിന്റെ മകനായി മാറിക്കഴിഞ്ഞു അവൻ. ആരുടെ ഭാഗത്തുള്ള വീഴ്ചയാണ്? സ്കൂൾ അധികൃതരുടെ ഭാഗത്ത് സ്വാഭാവികമായും വീഴ്ചയുണ്ട്. പക്ഷേ അങ്ങനെ വീഴ്ചയൊന്നും പരിശോധിക്കുന്നതിനപ്പുറത്തേക്ക് എല്ലാവരുടെയും തീരാ നോവായ കുട്ടി മാറിക്കഴിഞ്ഞു. ഈ പ്രായം 13 വയസ്സുള്ളവൻ ഈ രീതിയിൽ ഏറ്റവും ആക്റ്റീവായി നിൽക്കുന്ന ഒരു സമയം, എന്തും ധൈര്യത്തോടെ ഏറ്റെടുക്കുന്ന സമയം. കൂട്ടുകാർക്ക് വേണ്ടി അവൻ ഈ ചെരുപ്പ് എടുത്തു കൊടുക്കാൻ വേണ്ടി മുകളിൽ കയറിയതാണ് അവൻ ഇത്തരത്തിലൊരു അവസ്ഥയിലേക്ക് എത്തിച്ചത്. ജീവൻ തന്നെ ഇല്ലാതാകുന്ന അവസ്ഥയിലേക്ക് അവൻ എത്തിച്ചത് കൂട്ടുകാരോടുള്ള സ്നേഹമാണ്. നമുക്കറിയാം, ആ പ്രായത്തിലെ കുട്ടികളൊക്കെ ധൈര്യത്തോടെ കാര്യങ്ങൾ ചെയ്യുന്ന സമയമാണ്. അവിടെ ഒരുപക്ഷെ അവൻ അതിന്റെ യുക്തിയും അല്ലെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് നോക്കിക്കാണില്ല. പക്ഷേ തീർത്തും ദുഃഖകരമായ, തീർത്തും വ്യസനമുണ്ടാക്കുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോവുകയായിരുന്നു. അവന്റെ ജീവൻ നഷ്ടപ്പെടുകയായിരുന്നു. ഇപ്പോൾ ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ളവർ ഇവിടേക്ക് എത്തുകയാണ്. ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ളവർ ഈ പൊതുദർശനത്തിന്റെ മേൽനോട്ടം വഹിക്കാൻ തന്നെ എത്തുകയാണ്. നമുക്കറിയാം, സർക്കാർ സംവിധാനങ്ങൾ ഒന്നടങ്കം ഇവിടെ വിദ്യാഭ്യാസ മന്ത്രിയും ജില്ലയിൽ നിന്നുള്ള മന്ത്രിമാരുമൊക്കെ 2 തവണ ഇവിടെ എത്തിയിട്ടുണ്ട്. സർക്കാർ സംവിധാനങ്ങൾ ഒന്നാകെ, സർക്കാരിന്റെ ഭാഗത്തും ഇതിൽ പ്രത്യക്ഷമായില്ലെങ്കിൽ പോലും ഒരു വീഴ്ചയുണ്ട്. കാരണം സ്കൂളുകൾക്ക് ഇത്രയും സൗകര്യങ്ങൾ ഉണ്ടാകുന്ന ഉറപ്പുവരുത്തേണ്ട സർക്കാരിന്റെ കൂടി ഉത്തരവാദിത്തമാണ്. വിദ്യാഭ്യാസ വകുപ്പ് ഈ സ്കൂൾ തുറക്കുന്നതിന് ആഴ്ചകൾക്ക് മുമ്പ് തന്നെ ഒരു സർക്കുലർ പുറത്തിറക്കി ഇതൊക്കെ പരിശോധിക്കണമെന്ന് പറഞ്ഞത്. പക്ഷേ ആ പരിശോധന
എവിടെയൊക്കെ പിഴച്ചിട്ടുണ്ട്, ഇനിയും വിടവുകളുണ്ട്, ഇനിയും നികത്തേണ്ട പരിശോധിക്കപ്പെടേണ്ട പ്രശ്നങ്ങളുണ്ട് എന്ന് തന്നെയാണ് ഈ തേവലക്കര സ്കൂൾ സംഭവം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. ഒരു തരത്തിലും കുട്ടികൾക്ക് അപകടം ഉണ്ടാകാത്ത സാഹചര്യങ്ങൾ ഈ സ്കൂളുകളിൽ ഉണ്ടാകണം. ഈ പ്രായത്തിൽ കുട്ടികൾ എല്ലാ അപകടങ്ങളെയും ഒരു ക്ഷണിച്ചു വരുന്ന പ്രായമാണ്, പ്രകൃതമാണ്. കുട്ടികൾക്ക് അങ്ങനെ ഒന്നിനോടും ഒരു വീണ്ടും വിചാരത്തോടെ പെരുമാറുന്ന കുട്ടികളായിരിക്കില്ല എല്ലാ കുട്ടികളും. അവർ എന്ത് റിസ്ക്കും ഏറ്റെടുക്കാൻ തയ്യാറാവുന്ന കുട്ടികളാണ്. സുഹൃത്തുക്കൾക്ക് വേണ്ടി എന്തിനും തയ്യാറാകുന്ന പ്രായമാണ്. ആ ധൈര്യത്തോടു കൂടിയാണ് മിഥുൻ ചാടിക്കയറിയത്. അവന്റെ ചില കൂട്ടുകാരോട് അല്പസമയം നമ്മുടെ പ്രതിനിധി ഡാൻ കുര്യൻ സംസാരിച്ചിട്ടുണ്ട്. അതിന്റെ എന്താണ് ആ ദിവസം നടന്നത്, ആ മണിക്കൂറിൽ നടന്നത് വളരെ കൃത്യമായി കുട്ടികൾ വിവരിക്കുന്നുണ്ട്. അവനെ ഈ അപകടത്തിലേക്ക് അവൻ സ്വയം എടുത്ത് ചാടും മുമ്പ് അവനെ വിലക്കിയ കൂട്ടുകാർ, അവരുടെ പ്രതികരണമൊക്കെ നമ്മൾ നേരത്തെ എടുത്തിരുന്നു. അവർ വളരെ കൃത്യമായി പറയുന്നുണ്ട്, അവന് വേണ്ടിയല്ല അവൻ കയറിയത്, കൂട്ടുകാരന് വേണ്ടിയാണ്. അവന്റെ ചെരുപ്പ് മുകളിൽ പോകുമ്പോഴാണ്. എന്നിട്ടും വിലക്കി, എല്ലാ കൂട്ടുകാരും വിലക്കിയത് അപകടമാണ് എന്ന് പറഞ്ഞിട്ട് പോലും അത് കേൾക്കാതെ അവൻ അതിലേക്ക് പോവുകയായിരുന്നു. അത് അവന്റെ സുഹൃത്തുക്കളോടുള്ള ആ സ്നേഹത്തിന്റെ കൂടുതലാണ്. അവനെ മറ്റേതെങ്കിലും തരത്തിൽ അവനെ അതിൽ കുറ്റപ്പെടുത്തുകയല്ല വേണ്ടത്. ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ളവർ ഇവിടേക്ക് എത്തുകയാണ്. വലിയ നാട്ടുകാരുടെ വലിയൊരു കൂട്ടം ഇവിടെ എത്തുകയാണ്. ഏതായാലും കാലാവസ്ഥയും കുറച്ച് പ്രതികൂലമാണ്. മിഥുന്റെ യാത്ര അവന്റെ അവസാന മായവൻ സ്കൂളിലേക്ക് എത്തുകയാണ്. ഇന്നും ഒരുപക്ഷെ അവൻ ഇവിടെ എത്തേണ്ടതായിരുന്നു, ഇവിടെയുള്ള മൈതാനത്ത് കളിക്കേണ്ടതായിരുന്നു. ആ ക്ലാസ്സിൽ അവന്റെ കളിച്ചിരികളും അവന്റെ കുസൃതിയും ഒക്കെ നിറയേണ്ടതായിരുന്നു. പക്ഷെ അതൊന്നും അവൻ കാത്തുനിന്നില്ല. തീർത്തും കൂട്ടുകാർക്ക് വേണ്ടി അവൻ ഏറ്റെടുത്ത ഒരു റിസ്ക് എടുത്ത് അവൻ അവന്റെ ജീവൻ തന്നെ അവന് വില കൊടുക്കേണ്ടി വന്നു. ഏതായാലും കുട്ടികൾക്ക് ഇതൊരു പാഠമാകണം. ഇങ്ങനെയുള്ള അപകടങ്ങളിലേക്ക് ചെന്ന് ചാടാതിരിക്കാൻ ഇനിയെങ്കിലും കുട്ടികൾ ശ്രദ്ധിക്കണം. അവരുടെ പ്രായം എന്തിനേയും വെല്ലുവിളിക്കുന്ന, എന്തിനും മുന്നിട്ടിറങ്ങുന്ന പ്രായമാണെന്നതൊക്കെ ശരിയാണ്. പക്ഷേ അപ്പോഴും ഇതിലൂടെ ഉണ്ടാകുന്ന കുടുംബത്തിന് നഷ്ടം, ഒരു നാടിന്റെ നഷ്ടം ഒക്കെ തീർത്തും ആർക്കും പരിഹരിക്കാൻ കഴിയാത്തതാണ്. ഒരുപക്ഷെ അവൻ നാളെ എന്തൊക്കെയോ ആയി തീരേണ്ട ഒരു കുട്ടിയാണ്. നന്നായി ചിത്രം വരയ്ക്കുന്നു, നന്നായി ഫുട്ബോൾ കളിക്കുന്നു. നമ്മുടെ ഈ സ്കൂളിന്റെ ഒരു ചുമരിൽ തന്നെ നിരവധി പ്രധാനപ്പെട്ട വ്യക്തികളുടെ, ദേശീയ നേതാക്കളുടെയും അതുപോലെ തന്നെ താരങ്ങളുടെയും ഒക്കെ, മാറഡോണ അടക്കമുള്ള, കപിൽ ദേവ് അടക്കമുള്ള താരങ്ങളുടെയും ഒക്കെ ചിത്രം ഈ സ്കൂളിൽ ONVയും മദർ തെരേസയും KR9 അങ്ങനെ അബ്ദുൽ കലാം, അങ്ങനെ കുട്ടികൾക്ക് പ്രചോദനമാകേണ്ട ജീവിതങ്ങളെയൊക്കെ ഇവിടെ വരച്ചു വച്ചിട്ടുണ്ട്. പക്ഷെ അവരൊക്കെ ഈ ഇത്തരം ഇതിനെ പോലുള്ള കുട്ടികൾക്ക് പ്രചോദനമാകേണ്ട ആയി കാണും. അവരെയൊക്കെ ഈ കുട്ടികൾ മാതൃകയാക്കേണ്ടത് അങ്ങനെ. പക്ഷേ ഏതായാലും എവിടെയോ പകുതി വഴിയിൽ വെച്ച് അവന്റെ ആ ജീവിതം ഇല്ലാതാവുകയാണ്, നഷ്ടപ്പെടുകയാണ്. നിരവധി ആളുകൾ ഇപ്പോഴും ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. അധികം വൈകാതെ മിഥുനും ഇവിടെ എത്തും. തന്റെ സ്കൂൾ 8ാം ക്ലാസ്സിലാണ് അവൻ ഇവിടെ ഈ സ്കൂളിലേക്ക് വന്നത്. അതായത് ഈ അധ്യയന വർഷം മാത്രമാണ് അവൻ മറ്റൊരു സ്കൂളിൽ നിന്ന് ഹൈസ്കൂളിലാകുമ്പോൾ ഇവിടേക്ക് എത്തിയത്. അധിക നാൾ അവന് ഈ സ്കൂളിൽ തുടരാനായില്ല. ഒരുപക്ഷെ അവന്റെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഘട്ടം ഹൈസ്കൂൾ കാലം. ഹൈസ്കൂൾ കാലത്തിന്റെ തുടക്കത്തിൽ തന്നെ അവന്റെ ജീവിതം നഷ്ടപ്പെടുത്തേണ്ടി വന്നു. ജീവിതം നഷ്ടപ്പെട്ടിരിക്കുന്നു. ഏതായാലും തികച്ചും ദുഃഖസാന്ദ്രമായ ഒരു അന്തരീക്ഷത്തിലേക്കാണ് ഇപ്പോൾ മിഥുൻ ഇവിടെ അവന്റെ അവസാന വരവ് ഈ സ്കൂളിലേക്ക് അവൻ വരുന്നത്. തന്റെ പ്രിയപ്പെട്ട ഇടം, ഒരു കുട്ടിയുടെ ജീവിതത്തിൽ ഏറ്റവും അധികം സമയം ചെലവഴിക്കുന്നത് തീർച്ചയായിട്ടും അവന്റെ സ്കൂളിലാണ്, വിദ്യാലയത്തിലെ കൂട്ടുകാർക്കൊപ്പമാണ്, അവന്റെ അധ്യാപകർക്കൊപ്പമാണ്. അവന്റെ ചുറ്റുപാടെന്ന് പറയുന്നത് അവന്റെ ക്ലാസ് മുറികളാണ്, അവന്റെ മൈതാനങ്ങളാണ്, സ്കൂളിലേക്കുള്ള വഴികളാണ്. അവിടേക്ക് അവസാനമായി മിഥുൻ എത്തുകയാണ്. തീർത്തും ദുഃഖം നിറഞ്ഞ ഒരു അന്തരീക്ഷം, തീർത്തും ആരെയും ആശ്വസിപ്പിക്കാൻ കഴിയാത്ത ഒരു അന്തരീക്ഷം. എങ്ങനെ അവന്റെ സുഹൃത്തുക്കൾ ഈ വേർപാട് സഹിക്കും, എങ്ങനെ അവന്റെ അധ്യാപകർ ഈ വേർപാട് സഹിക്കും. അതിനുപരി ആ അമ്മ മകനെ നല്ല രീതിയിൽ വളർത്താൻ വിദേശത്ത് ജോലി ചെയ്യുന്നു. അതും അവർ ഹോം നഴ്സായി അവിടെ ജോലി ചെയ്യുന്നു. അങ്ങനെ ജോലി ചെയ്ത് മകനെ വളർത്താൻ വീട് വിട്ട് നിൽക്കുന്ന ഒരു അമ്മ, കൂലിവേല ചെയ്ത് മകനെ വളർത്താൻ പാടുപെടുന്ന ഒരു അച്ഛൻ, അവരുടെ നഷ്ടം ആര് നികത്തും? ആർക്കും നികത്താൻ കഴിയാത്ത നഷ്ടത്തിലേക്ക് മിഥുൻ എന്ന വിദ്യാർത്ഥിയുടെ കുഞ്ഞിന്റെ ജീവൻ മാറുന്നു. ഏതായാലും അല്പസമയത്തിനകം മിഥുൻ അവന്റെ അവസാന വരവിനായി യാത്ര പറയാൻ തന്റെ പ്രിയപ്പെട്ട സ്കൂളിനോട്, തന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരോട്, തന്റെ ക്ലാസ് മുറികളോട്, തന്റെ മൈതാനത്തോട് യാത്ര പറയാൻ മിഥുൻ ഇവിടേക്ക് എത്തും. അഭിലാഷ്.